നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നജ്മു സാറാണ് ഐഷോട്ടിലെ. അപ്പോൾ സാറിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം. സാർ, ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യയെ പറ്റിയിട്ട് ഒന്ന് പറയൂ. ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന നമ്പർ 1 ഫോട്ടോ എക്സിബിഷനിൽ ഒന്നാണിത്. അപ്പോൾ നമ്മൾ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഫോട്ടോ എക്സിബിഷൻ പോയാലും ഇത്രയധികം സ്റ്റാളുകളും ഇത്രയും ക്രൗഡും നമുക്ക് കാണാൻ പറ്റില്ല. പലപ്പോഴും കുറേ ആൽബം സെൻറ്റേഴ്സും കുറച്ച് ടീമും മാത്രം കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത്രയധികം ഫോട്ടോഗ്രാഫി ബ്രാൻഡുകളും അതുപോലെ കമ്പനികളൊക്കെ പങ്കെടുക്കുന്ന നമ്പർ 1, ശരിക്കും സൗത്ത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്പർ 1 ഫോട്ടോ ഫെസ്റ്റാണ് ഈ നടക്കുന്നത്, കൊച്ചി നടക്കുന്നത്. ഓക്കെ സാർ, ഫസ്റ്റ് ടൈം അല്ല, ഞാൻ എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും 90 ഇയേഴ്സ് വരുന്നില്ലെങ്കിലും ഒരു കഴിഞ്ഞ 5-8 വർഷമായിട്ട് ബാക്കി സമയമൊക്കെ ഞാൻ പുറത്തൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെയുള്ള സമയത്തൊക്കെ എപ്പോഴും വരാം. ഓക്കെ സാറിൻ്റെ ഫോട്ടോഗ്രാഫി, ആ ലൈഫ്, ആ ഒരു എക്സ്പീരിയൻസ്, സാറിന് തോന്നിയിട്ടുള്ള ഒരു വാവ് മൊമെന്റ് ഉണ്ടല്ലോ, ഒരു ഫസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു വാവ് ഒരു മൊമെന്റ് ഉണ്ടായത്, ആ ഒരു ഫോട്ടോഗ്രാഫിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് ആക്ച്വലി ഞാൻ കൊമേഴ്ഷ്യലായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്തല്ല, നമ്മളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി പാഷനായിട്ട് എടുത്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന കൂടുതൽ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഈ എന്താ പറയുക കാടും മരമൊക്കെ കയറുന്ന പോലത്തെ ഫോട്ടോഗ്രാഫിയില്ലേ, ഈ പോത്തുപൂട്ട് പൂരം കളികൾ ഇതൊക്കെ എടുത്ത് നടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ഞാനൊരു ഈ മലപ്പുറം ഭാഗത്ത് ഒരു പൂത്തെന്നറിയില്ല, ബഫല്ലോ റേസിംഗ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ പോത്തുകൾ അത്ര ഹൈ സ്പീഡിലൊന്നും ഒരു ജമ്പയുടെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി സ്ലോ ഷട്ടർ ഇട്ടിട്ട് പാനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇത് ചാടിയത്. അപ്പോൾ ആ നല്ലൊരു മൂവ്മെന്റ് ശരിക്കും പാനിങ്ങിലോ വെള്ളമൊക്കെ തെറിച്ച് നല്ലൊരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ പിന്നെ അബുദാബിയിലുള്ള ഒരു ഇന്റർനാഷണൽ ഫോട്ടോ എക്സ്പോയിൽ ലൈറ്റൊക്കെ ഇട്ട് പ്രദർശിപ്പിച്ച് എൻജോയ് ചെയ്തപ്പോൾ അതൊരു ബെസ്റ്റ്. അതാണ് ലൈഫിലൊരു വാവ് മൂമെന്റ്, ഒരു ഫീൽ വന്നിട്ടുള്ളവരാണ്. പിന്നെ ലൈഫിലെ ഒരു ജേർണി ഒന്ന് പറയും. ആക്ച്വലി ഞാനൊരു ബിസിനസ്സുകാരനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ പാഷൻ ഇതായതുകൊണ്ടും ബിസിനസ് എനിക്ക് പറ്റാത്തതുകൊണ്ടാവും ഞാൻ എപ്പോഴും ലോസ് ആയത്. അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോഗ്രാഫിക്ക് വന്നിട്ട് ഇതുപോലെ പാഷനായിട്ട് ചെയ്തു. അതുപോലെ പിന്നെ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് CDത്തിൽ പോയിട്ട് കോഴ്സ് ചെയ്ത് പിന്നെയാണ് ഫോട്ടോഗ്രാഫിക്ക് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇതുപോലെ കാടും മലയൊക്കെ കയറി നടന്നു. അതൊരു വരുമാന മാർഗ്ഗം അല്ലാതായപ്പോൾ പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിക്ക് ഞാൻ ലുലു ഗ്രൂപ്പിലെ സീനിയർ ഫോട്ടോഗ്രാഫറായിട്ട് യൂസഫലിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് 10 വർഷമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഈ യൂട്യൂബും ക്ലാസ്സുകളും ട്രെയിനിങ് ആയിട്ട്. അപ്പം സാറിന് ക്ലാസ് എടുക്കുന്ന എക്സ്പീരിയൻസ്, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എന്താ പറയുക പ്രാക്ടിക്കൽ ക്ലാസ്സസ് വേണം. അപ്പം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കാരണം സാർ ഓൾറെഡി പറഞ്ഞു, സാർ ഫോട്ടോ എക്സ്പ്ലോർ ചെയ്ത് എടുത്ത് ആ ഒരു ഫീൽഡ് ചെയ്ത് സ്റ്റുഡൻസിൻ്റെ ആ ഒരു സർക്കിളിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് സാർ? സ്റ്റുഡൻസ് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ സ്റ്റുഡൻസ് മേ ബി ഒരു 7th സ്റ്റാൻഡേർഡ് മുതലുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ വരെ വരാറ്. അപ്പോൾ ഞാൻ അവരെ ഓരോരുത്തരും, അതായത് ഒരുപാട് പേര് എടുക്കൂല, മേ ബി ഒരു 15 to 20 മാത്രമേ ഒരു സെഷനിലൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇവർ ഓരോരുത്തരായിട്ട് പോയിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചും തൊട്ടും ഇവരുടെ ടേസ്റ്റ് മനസ്സിലാക്കിയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് പതുക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മിക്കവാറും സക്സസ്ഫുൾ ആയിട്ടാണ് ക്ലാസ്സുകളും കൊച്ചിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കടവന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ സാറിന് ഇപ്പോൾ വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട് എന്താണ് പറയുക? വളർന്നു വരുന്ന ഫോട്ടോഗ്രാഫേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജനറൽ ഒരു ഫോട്ടോഗ്രാഫർ ആവാതെ, ഇപ്പം നമ്മൾ ചില സ്റ്റുഡിയോന് മുന്നിൽ പോയിട്ടുണ്ടാവും, കല്യാണം, വെഡ്ഡിങ്, മറ്റെല്ലാറ ഇവൻറ്റ്, പോർട്രേറ്റ്, ഫുഡ്, അവരെല്ലാത്തിനും കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കും, ഇങ്ങനത്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫിക്കും പോവാതെ സ്പെഷ്യലൈസ് ചെയ്യുക. സ്പെഷ്യലൈസ് ചെയ്താലാണ് ഇനിയുള്ള കാലത്ത് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വളരാൻ പറ്റുള്ളൂ. ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ജനറൽ ഡോക്ടറെ പോയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണമെങ്കിൽ മേ ബി 80-100 രൂപ കൊടുത്തിട്ട് നമുക്ക് കണ്ടു പോരാൻ പറ്റും. പക്ഷെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ ബുക്ക് ചെയ്യണം. 800, 900, 1000, 1500 കൊടുത്താലും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഇപ്പം നമ്മൾ ഒരുപാട് കാലം പഠിച്ചു, പിന്നെ നമ്മൾ കുറച്ച് കാലം സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ. ഓക്കെ സാർ, സാർ ഇപ്പം ഏത് ക്യാമാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ക്യാമറകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്കോണാണ്. മോസ്റ്റ് ഫേവറേറ്റ് വൺ എന്ന് പറയുന്നത് നിക്കോണാണ്. അതിൽ സാർ എങ്ങനെയാണ് ഒരു വാവ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പോർട്രേറ്റ് എടുക്കണമെങ്കിൽ ഞാൻ നോർമലി F നമ്പറൊക്കെ ഒന്ന് കുറച്ച് ഐ ഫോക്കസ് ഒക്കെ വെച്ച് പിന്നെ ലൈറ്റൊക്കെ ചെയ്തു. പക്ഷെ പോർട്രേറ്റിൻ്റെ ഇതൊന്നുമല്ല പ്രധാനമായിട്ടുള്ളത്, ആ സബ്ജക്റ്റിൻ്റെ എന്താ മുഖത്ത് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി അവരായിട്ട് അതിനെ പറ്റിയ രീതിയിൽ സംസാരിക്കും, ഹാപ്പിയാക്കും. അതിൽ കൂടുതൽ അറിയാതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുക. ഇപ്പോൾ സർ വെഡിങ് ഫോട്ടോഗ്രാഫീസ് എടുക്കുന്നുണ്ട്. സർ ആ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നമുക്കറിയാം അത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെൻ്റാണ് ക്യാപ്ചർ ചെയ്യുന്നത്.
ആൻഡ്രിയ ബെസൻ പറഞ്ഞിട്ടുണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈഫ് ബൈ പ്രിസർവേഷൻ ഓഫ് ലൈഫ്. ആ ഒരു മൊമെൻറ്റ് അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന ആ ചിരി ഉണ്ടല്ലോ, അതിന് ആ ഒരു ഫീലിന് സാർ എങ്ങനെയാണ് കാണുന്നത്? പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വെഡിങ് എടുത്തിരുന്നത് എടുത്തിട്ടേ ഇല്ല. ആക്ച്വലി ഞാൻ ആകെ ഒറ്റ വെഡിങ് മാത്രം ഒരു ലുലു വർക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടേ ഉള്ളൂ. അതായത് നമ്മുടെ ബോസിൻ്റെ മോളവിടെ മാത്രം കുറച്ച് പേഴ്സണൽ സാധനം എടുക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, പക്ഷേ ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫറല്ല, പ്രൊഡക്റ്റും ഫുഡൊക്കെയാണ്. പ്രോഡക്റ്റ് അതിനും ഉണ്ടല്ലോ റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്യാനാണല്ലോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതിനെ സാർ എങ്ങനെ കാണുന്നത്? കാരണം നമുക്ക് അറിയാം, നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് വളർന്നു വന്നത്, നമ്മുടെ ഓരോ ലൈഫ് ചേഞ്ചസും നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു റെപ്രസെൻറ്റേഷൻ ആൻഡ് പ്രിസർവേഷൻ സാധനം എങ്ങനെയാണ് കാണുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫുഡ് നമുക്ക് ഫോട്ടോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഫുഡ് കൊണ്ടുവരില്ല. ആ പ്ലേറ്റൊക്കെ വെച്ച് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടതിന് ശേഷം എന്താണ് ഫുഡ് നോക്കിയിട്ടതിന് ശേഷം ലാസ്റ്റാണ് ആ ഫുഡ് എടുക്കുന്നത്. അത് മാക്സിമം ഫ്രഷ് ആവാനുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു, അത്രയാണ്. അതായത് നമുക്ക് കണ്ടാൽ കഴിക്കാൻ തോന്നണം. ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പോയി കഴിക്കുന്നേക്കായി മുന്നേ നമ്മൾ കണ്ണുകൊണ്ട് കഴിക്കും. അതെ, അങ്ങനെ ഫുഡ് കണ്ടാൽ അതെ അതെ, നമ്മൾ ഫോട്ടോഗ്രാഫ്സ് കാണുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു ഓർഡർ ചെയ്യാം. അതുണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ സർ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ടോട്ടലി ഇത്രയും എന്താ പറയുക, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ എനിക്കൊരു ഇതേപോലൊരു മൊമെൻറ്റ് കിട്ടിയതിന് താങ്ക് യു സോ മച്ച് സർ. സാറിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, അതേപോലെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പം വളർന്നു വരുന്ന തലമുറയിൽ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി സൈനിങ് ഓഫ്. താങ്ക്സ്. താങ്ക് യു.